ഏവർക്കും ലീഡ് ഐസ് ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് പുറത്തിറക്കി ആമസോൺ. സോളാർ ഫ്ലെയർ കേർണലിന്റെ ചിത്രം പകർത്തി ആദിത്യ L1. സ്പേസ് എക്സിന്റെ സഹകരണത്തോടെ ബ്ലൂ ഗോസ്റ്റ് എന്ന ലാൻഡറിനെ ചന്ദ്രോപരിതലത്തിൽ എത്തിച്ച് നാസ. ബ്ലൂ ഫ്ലാഗ് സ്റ്റാറ്റസ് നഷ്ടപ്പെട്ട് ഋഷികൊണ്ട ബീച്ച്. 97ാമത് അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് പുറത്തിറക്കി ആമസോൺ. ഓസിലോഡ് എന്ന ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പിന്റെ പ്രോട്ടോടൈപ്പ് ആണ് പുറത്തിറക്കിയത്. പരമ്പരാഗത കമ്പ്യൂട്ടറുകളെക്കാൾ വളരെ വേഗത്തിൽ കണക്കുകൂട്ടലുകൾ നടത്താൻ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിക്കുന്ന വിപുലമായ കമ്പ്യൂട്ടിംഗ് സിസ്റ്റങ്ങളാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ. ബിറ്റ്സിന് പകരം ക്യൂബിറ്റ്സ് ഉപയോഗിക്കുന്ന ഇവയ്ക്ക് ഒരേ സമയം ഒന്നിലധികം കാൽക്കുലേഷൻസ് നടത്താനാണ്. അടുത്തിടെ മൈക്രോസോഫ്റ്റ് അവരുടെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പായ മജോർന 1 പുറത്തിറക്കിയിരുന്നു. സോളാർ ഫ്ലെയർ കേർണലിന്റെ ചിത്രം പകർത്തി ആദിത്യ L1. ആദ്യമായാണ് സോളാർ ഫ്ലെയർ എന്നറിയപ്പെടുന്ന സൗരജ്വാലയുടെ വിശദമായ നിരീക്ഷണം നടക്കുന്നത്. ഒരു സൗരജ്വാലയുടെ ഏറ്റവും സജീവമായതും ഊർജ്ജസ്വലവും തീവ്രമായ തെളിച്ചം ഉള്ളതുമായ പ്രദേശങ്ങളാണ് അതിൻ്റെ കേർണൽ. സോളാർ ആക്ടിവിറ്റീസ് ഭൂമിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇവയുടെ പഠനം നിർണായകമാണ്. 2023 വിക്ഷേപിച്ച ആദിത്യ L1ന്റെ സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പാണ് ഈ കേർണലിന്റെ ചിത്രം എടുത്തത്. സ്പേസ് എക്സിന്റെ സഹകരണത്തോടെ ബ്ലൂ ഗോസ്റ്റ് എന്ന ലാൻഡറിനെ ചന്ദ്രോപരിതലത്തിൽ എത്തിച്ച് നാസ. ഫയർഫ്ലൈ എയ്റോസ്പേസ് എന്ന പ്രൈവറ്റ് സ്പേസ് ഫേമാണ് ബ്ലൂ ഗോസ്റ്റിനെ വികസിപ്പിച്ചത്. വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ചന്ദ്രോപരിതലത്തിൽ ഇതുവരെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനായി സാധിച്ചിട്ടുള്ളൂ. ഈ ലിസ്റ്റിൽ ആദ്യമായാണ് പൂർണ്ണ വിജയമായ ഒരു കൊമേഴ്ഷ്യൽ മൂൺ ലാൻഡിംഗുമായി ഫയർഫ്ലൈ എയ്റോസ്പേസ് എന്ന പ്രൈവറ്റ് കമ്പനിയുടെ ബ്ലൂ ഗോസ്റ്റ് എന്ന ലാൻഡർ ഇടം പിടിക്കുന്നത്. സ്വകാര്യ സ്പേസ് കമ്പനിയുമായുള്ള നാസയുടെ പാർട്ണർഷിപ്പിന് മറ്റൊരു മികച്ച ഉദാഹരണം കൂടിയാണിത്. ബ്ലൂ ഫ്ലാഗ് സ്റ്റാറ്റസ് നഷ്ടപ്പെട്ട് ഋഷികൊണ്ട ബീച്ച്. ശുചിത്വ പ്രശ്നങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് വിശാഖപട്ടണത്തിലെ പ്രശസ്തമായ ഋഷികൊണ്ട ബീച്ചിന് ഈ പദവി നഷ്ടമായത്. UNEP, യുനെസ്കോ എന്നീ സംഘടനകളുടെ പിന്തുണയോടെ ഡെൻമാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനമാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നൽകി വരുന്നത്. കർശനമായ പാരിസ്ഥിതിക, ശുചിത്വ, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ബീച്ചുകൾ, സുസ്ഥിര ബോട്ടിംഗ് ടൂറിസം സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നൽകുന്ന ഒരു അന്താരാഷ്ട്ര ഇക്കോ ലേബലാണിത്. വൃത്തിയുള്ളതും നന്നായി പരിപാലിക്കപ്പെടുന്നതുമായ ബീച്ചുകൾക്ക് ലഭിക്കുന്ന ലോകത്തിലെ തന്നെ അംഗീകൃത അവാർഡുകളിൽ ഒന്നാണിത്. 97ാമത് അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. അനോറയാണ് ഇത്തവണത്തെ മികച്ച ചിത്രം. ഓസ്കാർ എന്ന് പൊതുവെ അറിയപ്പെടുന്ന സിനിമാ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകി വരുന്ന പ്രസ്റ്റീജിയസ് അവാർഡുകളാണ് അക്കാദമി അവാർഡുകൾ. 1929 മുതലാണ് ഈ അവാർഡുകൾ നൽകി തുടങ്ങിയത്. ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിൽ വെച്ചാണ് ഇത്തവണത്തെ അവാർഡ് ദാന ചടങ്ങ് നടന്നത്. ഇതോടെ ഈ ആഴ്ചയിലെ വീക്ക്ലി ന്യൂസ് ടൈം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.